ജീവിതത്തിൽ വിജയിക്കണം എന്നാഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും പലതാകും. ചിലർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും വിജയിക്കുക എന്നതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത്. അതായത് കുറെ ആസ്തികൾ ഉണ്ടാകണം, അതിൽ നിന്നും നിലക്കാതെ വരുമാനം വന്നുകൊണ്ടിരിക്കണം എന്നിങ്ങനെ. വേറെ ചിലർ ഇമോഷണൽ ഇന്റലിജൻസ് ആയിരിക്കും വിജയമായി കാണുന്നത്. അതായത് മനസ്സിന്റെ വികാരങ്ങളെ നിയന്ത്രണ വിധേയമാക്കി കാം സ്റ്റേറ്റ് നേടിയെടുക്കുക എന്നതിനെ അവർ വിജയമായി കാണുന്നു. വേറെ ചിലരുണ്ട്, അവർ സ്പിരിച്വലി ഉയരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതാണ് അവർ വിജയമായി കാണുന്നത്. യഥാർത്ഥത്തിൽ വിജയിച്ച ഒരാളിൽ ഇവ മൂന്നും ഒരുപോലെ അവർ നേടിയതായി നമുക്ക് കാണാനാകും. പലരും അത്ഭുതത്തോടെ അവരെ നോക്കുന്നുണ്ടാകും. ഇങ്ങനെയെല്ലാം നേടിയെടുക്കാൻ ഇവരെന്ത് വലിയ കാര്യമാണ് ഈ ചെയ്യുന്നത് എന്ന്. അത് അത്ര വലിയ കാര്യമായി ചിന്തിക്കുന്നവർക്ക് വലിയ കാര്യം തന്നെയായിരിക്കാം. പക്ഷേ കാര്യം പ്രയത്നമേറിയതാണെങ്കിലും വളരെ ലളിതമാണ്. വിജയിച്ചവരെല്ലാം അവരായിരുന്ന് അവരിൽ ശ്രദ്ധിച്ച് അവരെ വിശകലനം ചെയ്ത് സ്വയം ശുദ്ധീകരണത്തിന് തയ്യാറായവരായിരിക്കും. സെൽഫ് പ്യൂരിഫിക്കേഷൻ. അതെ, അവരിലേക്കാണ് നോക്കുന്നത്, അവരെയാണ് നന്നാക്കാൻ ശ്രമിക്കുന്നത്, അവരിലാണ് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതും പ്രയത്നിക്കുന്നതും. ശരിയായ വിജയത്തിൻ്റെ തുടക്കം ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നത്, നമ്മളെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ മുതൽ നമ്മുടെ വിജയം തുടങ്ങുകയാണ്. അതാണ് ശരിയായ വിജയത്തിൻ്റെ തുടക്കവും. നമുക്ക് നമ്മെ മാത്രമേ മാറ്റാനാകൂ, നമ്മെ മാത്രം.